നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഖബറാണ് ആദ്യമായി തുറക്കപ്പെടുന്നത്. ആദ്യമായി ശുപാർശ ചെയ്യുന്നവരും ശുപാർശ സ്വീകരിക്കപ്പെടുന്നവരും ഞാൻ തന്നെയാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല ഖിയാമത്ത് നാളിൽ ആദം സന്തതികളുടെ നേതാവാണ് ഞാൻ. എന്റെ മഹിമ പറയുകയല്ല എന്ന് എടുത്തു പറയുകയാണ്. ആദം നബിയും മറ്റ് അമ്പിയാക്കളും ആ പതാകയ്ക്ക് കീഴിലായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം റബ്ബേ സ്വർഗീയമായ ആരാമങ്ങളിലേക്ക് സാധുക്കളായ ഞങ്ങളെയും കുടുംബാദികളെയും നീ പ്രവേശിപ്പിക്കണമേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, അബൂദർദാ റിപ്പോർട്ട് ചെയ്ത ഹദീസ് അതാ അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഹിജ്റ 6-ാം നൂറ്റാണ്ടുകാരനായ മഹാനായ ഹാഫിദ് അബ്ദുൽ ഖത്താബ് ഇബ്നു ദിഹിയാൻ റളിയല്ലാഹു അൻഹു അവിടുത്തെയുടെ തൻവീർ ഫീ മൗലിദുൽ ബശീർ വൻ നദീർ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആമിറുൽ അൻസാരി റളിയല്ലാഹു അൻഹു എന്ന സഹാബിയുടെ വീട്ടിലേക്ക് പോയി. ആ സമയത്ത് ആമിറുൽ അൻസാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ മക്കളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് മൗലിദ് ചൊല്ലുകയാണ്. ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തെ കുറിച്ച് അവിടുത്തെ ജനിച്ചപ്പോൾ ഉണ്ടായതായ സംഭവങ്ങളെ കുറിച്ച് സന്തോഷങ്ങൾ പങ്കിടുകയാണ്. ആമിറുൽ അൻസാരി റളിയല്ലാഹു അൻഹു തന്റെ മക്കളുമൊത്ത് മൗലിദ് ചൊല്ലുമ്പോൾ ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തടഞ്ഞില്ല, അത് അംഗീകരിക്കുകയാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അത് ഏത് ദിവസമായിരുന്നു? ഹാദൽ യൗം, അത് ഈ ദിവസമാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മം കൊണ്ടതായ ദിവസമാണ് ഈ സംഭവം നടന്നത്. ഉലിദൽ ഹബീബു സയ്യിദുൽ മുതഅബ്ബിദു. നാം ചൊല്ലാറുണ്ട് മൗലിദുകളിൽ എന്താണ് ചൊല്ലുന്നത്? ഉലിദൽ ഹബീബു സയ്യിദുൽ മുതഅബ്ബിദു വന്നൂറു മിൻ വജനാതിഹി യതവഖദു. അല്ലാഹുവിന്റെ ഏറ്റവും അടിമവേല ചെയ്യുന്ന ലോക നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിക്കപ്പെട്ടിരിക്കുന്നു. അവിടുത്തെയുടെ നെറ്റിത്തടത്തിൽ പ്രകാശം ഉജ്ജ്വലിച്ചിരിക്കുന്നു എന്ന മൗലിദ് പാരായണങ്ങൾ അവിടുത്തെയുടെ പ്രകീർത്തനങ്ങളാണ്. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതായ ശബ്ദങ്ങൾ നമ്മുടെ വീടുകളിൽ, നമ്മുടെ പള്ളികളിൽ, നമ്മുടെ നാടുകളിൽ ഉയരട്ടെ. അതിലൂടെ മുത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൃപ്തി നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുന്നതാണ്. അതിലൂടെ ഹബീബായ മുത്ത് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹുബ്ബ് വെക്കാൻ കഴിയുന്നതാണ്. എന്തിനാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ പ്രകീർത്തനങ്ങൾ ചൊല്ലുന്നത് എന്ന് ചോദിക്കപ്പെട്ടാൽ ഒന്നാണ് ഉത്തരം. എന്റെ ലക്ഷ്യമാണ് ഹബീബ്. എന്റെ ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത് ഹബീബാണ്. കാരണം എന്റെ ലക്ഷ്യം അല്ലാഹുവിലേക്ക് എത്തപ്പെടുന്നത് ഹബീബ് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമാക്കപ്പെട്ട മാസമാണല്ലോ റബീഉൽ അവ്വൽ മാസം. അതുകൊണ്ട് ധാരാളമായ സ്വലാത്തുകൾ ചൊല്ലണേ. ഹബീബിന്റെ പേരിൽ ധാരാളമായ സ്വലാത്തുകൾ ചൊല്ലണേ. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ. അല്ലാഹ് മുത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
സ്വലാത്തുകൾ ചൊല്ലുന്നു.